ഹായ് എല്ലാവർക്കും വിങ്സ് ഓഫ് ഫയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഹീറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ജൂൾസ് ലോയിൽ എന്താ പറയുന്നത്, ഒരു കണ്ടക്ടറിലൂടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇത്ര കറണ്ട് പോവുകയാണ്, അതിന് ഇത്ര റെസിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. ആ ഹീറ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള കറണ്ട് ഫ്ലോയിൻ്റെ സ്ക്വയറും അവിടുത്തെ റെസിസ്റ്റൻസ് അതിലത്തെ ടൈമിൻ്റെ പ്രോഡക്റ്റിന് സെയിം ആയിരിക്കും. അതിൻ്റെ പ്രോഡക്റ്റിനനുസരിച്ച് ഈ ഹീറ്റ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ജൂൾസ് ലോ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഹീറ്റിംഗ് അപ്ലയൻസസ്. ഹീറ്റിംഗ് അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിസിറ്റി ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഹീറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസസ്. ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്ത് ഹീറ്റാവും. ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അപ്ലയൻസസിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസസ് എന്ന് പറയുന്നത്. Okay, electrical heating appliances are instruments that make use of heating effect of electricity. ഇവിടെ എന്താ നടക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ 3 എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, 3 അപ്ലയൻസസ് ഉണ്ട്. ഫസ്റ്റത്തെന്ന് പറയുന്നത് വെർട്ടെക്സ് സോളിഡറിങ് അയൺ ആണ്. ആൻഡ് നെക്സ്റ്റ് ഇലക്ട്രിക്കൽ കോയിൽ കുക്കിംഗ് ഹീറ്റർ. നെക്സ്റ്റ് ഇമേർഷൻ വാട്ടർ ഹീറ്റർ റോഡ്. ഓക്കെ, ഓരോന്നിലും ഇതിൽ 3ലും ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ, ഇലക്ട്രിസിറ്റീനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നിട്ട് ആ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വെർട്ടെക്സ് സോൾഡറിങ്ങിൽ വന്നിട്ട് ഇത് ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി അവിടെ കറണ്ട് എന്തായിട്ട് മാറുന്നു, ഹീറ്റായിട്ട് മാറുന്നു. എന്നിട്ട് ആ ഹീറ്റ് ഇതിൻ്റെ വെർട്ടെക്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ കുക്കിംഗ് ഹീറ്റർ എന്ന് പറയുന്നതും ഇത് മെയിനായിട്ട് കുക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്താ പറയുക, ചുരുണ്ടിട്ടുള്ള സാധനം, അതൊരു മെറ്റീരിയലാണ്. അതിന് ഹീറ്റിംഗ് മെറ്റീരിയൽ, ഈ ഹീറ്റ് എവിടെയാണോ ഉണ്ടാവുന്നത്, ആ ഹീറ്റ് ഉണ്ടാവാൻ സഹായിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ ഹീറ്റിംഗ് മെറ്റീരിയൽ എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മീൻസ് ഇലക്ട്രിസിറ്റി ഹീറ്റായിട്ട് കൺവേർട്ടഡ് ആയിട്ട് ആ ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നു. അതിനാണ് ഇലക്ട്രിക്കൽ കുക്കിംഗ് ഹീറ്റർ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇമേർഷൻ വാട്ടർ ഹീറ്റിംഗ് റോഡ്. ഇമേർഷൻ വാട്ടർ ഹീറ്റിംഗ് റോഡ് എന്ന് പറയുന്നത് കൂടുതലും വാട്ടർ ഹീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഈ റോഡ് നമ്മൾ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇത് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വാട്ടർ ഹീറ്റ് ആവുന്നുമുണ്ട്. അല്ലാണ്ട് വാട്ടർ കോണ്ടാക്റ്റ് ചെയ്യാണ്ട് തന്നെ വാട്ടർ ഹീറ്റ് ചെയ്യുന്ന ഇമേർഷൻ വാട്ടർ ഹീറ്റർ. അപ്പോൾ ഇതാണ് ഇലക്ട്രിസിറ്റീനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഹീറ്റ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന 3 അപ്ലയൻസസ് ആണ് ഇത്. ഇതിൽ താഴത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, നെയിം ദ പാർട്ട് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ഹീറ്റ് എനർജി. ഇതിലെല്ലാത്തിലും ഇപ്പോൾ വെർട്ടെക്സ് സോൾഡറിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടിപ്പിലാണ്. പിന്നെ ഇലക്ട്രിക്കൽ കുക്കിംഗ് ഹീറ്ററിൽ നോക്കുമ്പോൾ ആ റൗണ്ട് ആയിട്ടുള്ള ആ സാധനത്താണ്. പിന്നെ ഇമേർഷൻ വാട്ടറിലാണെങ്കിൽ ഇങ്ങനെ ഒരു കോയിൽ പോലെ ഉണ്ടല്ലോ, അവിടെയാണ് ഈ ഹീറ്റ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹീറ്റ് എവിടെയാണോ ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്ത് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ പറയുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് മെറ്റീരിയൽ ഈസ് മെയ്ഡ് ഫോർ ദിസ്. ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് നിക്രോം. നിക്രോമിന് കുറച്ച് പെക്യുലാരിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നിക്രോം യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദറ്റ് മെറ്റീരിയൽ. ഈ ഹീറ്റ് നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആ ഭാഗത്തിനെയാണ് ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. ഈ ഹീറ്റിംഗ് കോയിലിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അത് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് H=I²RT ആണ്. സോ R കൂടുമ്പോൾ എന്ത് സംഭവിക്കും, H കൂടും. R എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ കൂടുതൽ ഓപ്പോസിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും, കറണ്ടിന് ഓപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. സോ നിറയെ കൊളീഷൻസ് അവിടെ ഉണ്ടാവും. നിറയെ കൊളീഷൻ ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് ഹീറ്റും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ എബിലിറ്റി ടു റീറ്റെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ആ ഹീറ്റിംഗ് കണ്ടീഷൻ കുറേ നേരത്തിലേക്ക് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള ഒരു കപ്പാസിറ്റിയും കൂടിയിട്ട് ഈ ഒരു എലമെൻസിനുണ്ട്. സോ ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാവണം. അതൊക്കെയാണ് അതിൻ്റെ
പെക്യുലാരിറ്റി ആയിട്ട് വരുന്നത്. ഹീറ്റിംഗ് കോയിൽ നമ്മളിപ്പോൾ ഒരു ഹീറ്റിംഗ് കോയിൽ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഇതൊക്കെ ഉണ്ടാവണം. എന്ത്, നല്ല ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടാവണം, പിന്നെ ഹീറ്റ് നന്നായിട്ട് അതിൽ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. സോ അങ്ങനെയൊക്കെ. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീറ്റിംഗ് കോയിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് നിക്രോം വെച്ചിട്ടാണ്. നിക്രോം എന്ന് പറയുന്ന ഒരു അലോയാണ്. നിക്കൽ, ക്രോമിയം, അയൺ ചേർന്നിട്ടുള്ള ഒരു അലോയാണ് നിക്രോം എന്ന് പറയുന്നത്. ഈ നിക്രോമിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. മെയ്ഡ് ഓഫ് യൂസിങ് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ്. നമ്മൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നിക്രോമാണ്. എന്തുകൊണ്ടാണ് നിക്രോം അങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിക്രോമിന് അതേപോലെ ധാരാളം റെസിസ്റ്റൻസ് ഹൈ ആണ്, പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ചെറിയ ഹോട്ട് കണ്ടീഷനിലൊന്നും അത് അത്ര പെട്ടെന്ന് മെൽറ്റ് ആവില്ല. കുറച്ചുകൂടി നല്ലോണം ഹീറ്റ് അതിന് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. പിന്നെ എബിലിറ്റി, അതുകൊണ്ട് തന്നെ എന്താണ്, റെഡ് ഹോട്ട് കണ്ടീഷനിൽ കൂടുതൽ നേരം ഹീറ്റ് റിട്ടേൺ ചെയ്യാനും അതിന് കഴിവുണ്ട്. എബിലിറ്റി ടു റിട്ടേൺ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്കെ.